4 മക്കളിൽ മൂത്ത മകളായ ഉഷയുടെ 60-ാം പിറന്നാൾ അഥവാ ഷഷ്ടിപൂർത്തി ഇന്ന് ആഘോഷിക്കുന്നത് എനിക്ക് തന്നെ അതിശയം തോന്നുക. 60 വയസ്സായതുകൊണ്ട്. ഉഷ ചേച്ചിക്ക് ഷഷ്ടിപൂർത്തി ആശംസകൾ. 60-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഉഷയ്ക്ക് എല്ലാവിധ ആയിരായിരം സൗഖ്യവും നന്മയും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ പേരമ്മ. ഹാപ്പി ബർത്ത്ഡേ പേരമ്മ. 60-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഉഷയ്ക്ക് എല്ലാവിധ ആശംസകളും ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ഉഷ ചേച്ചി. ഹാപ്പി ബർത്ത്ഡേ ഉഷാമ്മേ. ഉഷയ്ക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും. അമ്മ കഴിഞ്ഞാൽ എന്നെ അതുപോലെ നോക്കിയത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. കുഞ്ഞുനാൾ മുതൽ സ്കൂളിൽ കൊണ്ടുപോയപ്പോഴും നഴ്സറി കൊണ്ടുപോയപ്പോഴും അതിനുശേഷം ഇങ്ങോട്ട് എന്നും എന്നെ അമ്മ നോക്കുന്ന പോലെ തന്നെ നോക്കി കൊണ്ടുവന്ന് വളർത്തി വലുതാക്കിയതാണ്. ഞാനതെപ്പോഴും ഓർക്കുന്നു. സ്നേഹത്തോടെ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഹായ് ഉഷ ചേച്ചി, ഹാപ്പി ബർത്ത്ഡേ ടു യു. 60-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഉഷ ചേച്ചിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വർഷം ഞങ്ങൾ അവിടെ ഇല്ലാതായിപ്പോയി. ഇനി 70-ാം പിറന്നാൾ ഇതിലും നല്ല ഗംഭീരമായിട്ട് നേരത്തെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്ക് ആഘോഷിക്കണം. എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹലോ, ഹായ് ഉഷപ്പേരമേ, ഹാപ്പി ബർത്ത്ഡേ. അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അമ്മേ. ഹാപ്പി ബർത്ത്ഡേ അച്ഛമ്മേ. അമ്മേ, 1000 പിറന്നാൾ ആശംസകൾ. എല്ലാവിധ നന്മകളും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാവട്ടെ എന്ന് കാവലമ്മയോട് പ്രാർത്ഥിക്കുന്നു. അമ്മേ ഹാപ്പി ബർത്ത്ഡേ. 60-ാം പിറന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉഷ ചേച്ചിക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. ഒപ്പം എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ഉഷപ്പരമേ. ഹാപ്പി 16th ബർത്ത്ഡേ ഉഷമായി. 60-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഉഷ ചേച്ചിക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ. 60-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഉഷ ചേച്ചിക്ക് ദീർഘായുസ്സും ആരോഗ്യവും എന്നും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഹായ് ഉഷ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? 60-ാമത്തെ പിറന്നാളാണല്ലേ? 60-ാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന ഉഷ ചേച്ചിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും 1000 പിറന്നാൾ ആശംസകൾ. ആയുസ്സും ആരോഗ്യത്തോടും കൂടി കുറേ വർഷങ്ങൾ കൂടി ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ പേരമ്മ. മുമ്പോട്ട് വന്നാൽ താമസിച്ചുകൊണ്ട് ഈരാറ്റുപേട്ട് ജോലിക്ക് പോകുമ്പോൾ രാവിലെ പാലിനകത്ത് ബട്ടർ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ആരെ കിടത്തി കോരി ഇങ്ങനെ കൊടുത്ത് പാപ്പ കൊടുത്താൽ ഒക്കുകയില്ല എന്നും പറഞ്ഞ് ഞാൻ തന്നെ കാലെ കിടത്തി കാലിങ്ങനെ കോരി ഒഴിച്ച് 2 സൈഡിൽ കൂടെയും കത്തിക്കളയുമ്പോൾ അത് സ്പൂണ് കൊണ്ട് വായിലോട്ട് ഇതൊക്കെ പോസ്. പിന്നെ പേരാമ്പ്ര ഉച്ചിയിൽ തലമുടിയും കെട്ടി കാനത്തിലെ ശോശാമ്മയുടെ അടുപ്പിലോട്ട് വിട്ടിട്ട് പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഓർത്ത് പോയി. അപ്പം ആ കൊച്ചിന് പൂർത്തിയായിട്ട് തോന്നുന്നത് ഇത് അതിശയമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ എൻ്റെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത എല്ലാവരും എന്നോടല്ലേ ചോദിക്കുന്നത് ഷഷ്ടിപൂർത്തി എന്നാണെന്ന്. അതായിട്ടില്ല, എനിക്കായിട്ടില്ലല്ലോ. എൻ്റെ ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ട് വേണ്ടേ? എന്നാ കുഴപ്പമില്ല. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പോക്കറ്റ് മണി കിട്ടിയിട്ടുള്ളത് ഉഷയുടെ കയ്യിൽ നിന്നാണ്. അടിച്ചു മാറ്റിയിട്ടുള്ളത്. അതെ, അതും ഈ സമയത്ത് ഓർക്കുന്നു. സാധനം വാങ്ങിച്ചാൽ ബാലൻസ് തിരിച്ചു കൊടുക്കാത്തതും ഉഷ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് പറയാറുള്ളത്. ഹാപ്പി ബർത്ത്ഡേ അച്ഛമ്മേ.